നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല, ഇതെങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് നേരമായി ഈ ഒരു തൂണിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നു. ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇത്രയും വലിയൊരു മരത്തിൽ വെറും കൈകൾ കൊണ്ട് മനുഷ്യർ ചെയ്ത വർക്ക്, ഈ ഒരു ആർട്ടിന്റെ പെർഫെക്റ്റ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അന്തം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരമായി നോക്കി, ഇതിൻ്റെ ഒരു ഇഞ്ച് സ്ഥലം പോലും, അതായത് ചെയ്തതിൻ്റെ ഒരു പെർഫെക്റ്റ് ഇത് മനുഷ്യർ തന്നെ ചെയ്തതാണോ എന്ന് ആലോചിച്ച് പോന്നു. ഇനി ഒരു തൂണാണോ? അല്ല, ഇതുപോലത്തെ 16 തൂണുകളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മനോഹരമായ ഒരു പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ പള്ളിയുടെ പേര് മസ്ജിദ് സീനത്ത് ബക്ഷ് എന്നാണ്. ഇതുള്ളത് മംഗലാപുരത്താണ്. മംഗലാപുരത്തെ ഒരു പുരാതന മാർക്കറ്റാണ് ബന്ദർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യലോന്ന് തോന്നുന്നു. ആ ഒരു അങ്ങാടിയുടെ സെൻട്രലായിട്ടാണ് ഈ ഒരു പള്ളിയിൽ. പള്ളിയിലേക്ക് നോർമലി നമ്മൾ കയറുമ്പോൾ ഇവിടെ മഹാൻ മറോട്ട് കിടക്കുന്നുണ്ട്, അവർ സിയാറത്ത് ചെയ്യാൻ അധികം ആൾക്കാരും വരുന്നത്. പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ സാധാരണ ഒരു പള്ളി എന്നൊക്കെയാണ് രീതിയിലാണ് നമ്മൾ കയറുക. പക്ഷേ ഈ പള്ളിയുടെ അകത്തേക്ക് പുരാതന പള്ളിയുണ്ട്, പഴയ കാലത്തെ പള്ളി. ആ ഒരു പള്ളിയിലേക്ക് എത്തുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അന്തം വിടുക. എന്താ അതിൻ്റെ ഒരു പെർഫെക്ഷനും, എന്താ, അതായത് ജസ്റ്റ് കുറച്ച് ഉയരത്തിലായിട്ട് ഒരു കോവിലൊക്കെ പോലെ മനോഹരമായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ മൂന്നാമത്തെയും കർണാടകയിലെ ഏറ്റവും പുരാതനമായ ആദ്യത്തെയും പള്ളിയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ മാലിക് ദീനാർ റഹ്മുള്ള അവരൊക്കെ ഇവിടെ വന്നുണ്ടാക്കിയ 10 പള്ളികളിൽ രണ്ടാമത്തെ പള്ളിയാണ്. ഈ പള്ളിയുടെ ഒറിജിനൽ പേര് എന്ന് പറഞ്ഞാൽ മസ്ജിദ് മാലിക് ദീനാർ ജുമാ മസ്ജിദ് എന്നായിരുന്നു പഴയ പേര്. പിന്നെ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു, ഈ ഒരു പള്ളി പുനർനിർമ്മിക്കുകയും മറ്റും ചെയ്തിട്ട് എന്ത് ചെയ്തു, മൂപ്പരുടെ മകളായിരുന്ന സീനത്ത് ബക്ഷിന്റെ പേര് ഈ ഒരു പള്ളിക്ക് കൊടുത്തു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെയും ഈവൻ വിദേശത്തെയൊക്കെ പഴയ പുരാതനമായ ഒരുപാട് പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും പെർഫെക്ഷനോടുകൂടി മരത്തിന്മേൽ കൊത്തിയെടുത്തിട്ടുള്ള പള്ളി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു പള്ളി കാണാനായിട്ട് ഇനിയും മംഗലാപുരത്ത് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ തയ്യാറാണ്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഹൗദ് കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ ഉണ്ട്. ഇവിടുത്തെ ഈ പഴയ പള്ളിയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതായത് ജസ്റ്റ് ഒരു മതില്, പിന്നെ ഫുൾ മരം, അതായത് മോൾഭാഗം രണ്ടാമത്തെ നില ഫുള്ളായിട്ട് മരം, അതും എമ്മാതിരി മരം എന്ന് പറയും. അതായത് ഇപ്പോഴത്തെ കാലത്തൊന്നും കാണാൻ കിട്ടാത്ത അത്രയും ഗംഭീരമായിട്ടുള്ള മരങ്ങൾ, അതുമൊക്കെ മനോഹരമായ വർക്കുകൾ. അതായത് ഇത്ര നേരം നോക്കി നിന്നാലും മടുക്കാത്ത രീതിയിലുള്ള വർക്കാണ്. അതുപോലെ തന്നെ ചെറിയൊരു കോവിൽ പോലെ ഉള്ളിൽ ഇങ്ങനെ ഒരു 10ഓളം ചെറിയ കുഞ്ഞു വാതിലുകളുള്ള ഒരു ഉൾഭാഗം. അതായത് പഴയ പള്ളിയാണ്, അതൊരു സംഭവം തന്നെ. ഈ ഒരു പള്ളിയെക്കുറിച്ച് അറിയാൻ കൂടുതൽ ഞാൻ വിക്കിപീഡിയ നോക്കുന്ന സമയത്ത് പ്യുവർ ഇന്ത്യൻ ദ്രാവിഡിയൻ ആർക്കിടെക്റ്റ് ആണ് അത്ര ഇത്. അതിൻ്റെ ആ ഒരു ഗാംഭീര്യവും മനോഹാരിതയും ഒക്കെ നമുക്ക് ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ പോർഷനിലും കാണാമെന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ കാസർഗോഡ് മംഗലാപുരത്ത് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഈ മൊബൈലിലൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ഇത് കാണാൻ മനസ്സിലാകുന്നുണ്ട് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ നേരിട്ട് കണ്ട സത്യം പറഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടു പോകും. അങ്ങനത്തെ ഒരു വർക്കാണ്. ഈ പള്ളി വരുന്നവർ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു മഹാന് മറോട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അപ്പോൾ അവരെ സിയാറത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, അതിലോട്ട് പോകരുത്, ഉള്ളിലേക്ക് കയറി വരണം. ഈ പള്ളി നിങ്ങൾ കാണുന്ന വേണം. അതുപോലെ തന്നെ പള്ളിയുടെ ബാക്ക് ഭാഗത്തായിട്ട് പുരാതന പള്ളികൾക്കൊക്കെ ഉള്ള രീതിയിൽ ഒരു കുളവും ധാരാളം മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ മംഗലാപുരത്ത് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരു പള്ളി നിർബന്ധമായിട്ട് കണ്ടിരിക്കണം.